ഹലോ, ഞാൻ ശങ്കർ ഋതുചൂടൻ. ഞാനിപ്പോൾ ഉള്ളത് ക്യൂട്ടീസ് ഇൻ്റർനാഷണലാണ്. എനിക്ക് ബിയേർഡിന് കുറേ ഇഷ്യൂ ഉണ്ടായിരുന്നു. എൻ്റെ താടി ഒരു ചെഗ്വേരയുടെ ഒക്കെ താടി പോലത്തെ ഒരു താടിയായിരുന്നു. അപ്പോൾ കുറച്ച് ഡെൻസിറ്റി പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇതിൻ്റെ കണക്ഷൻ ഭഗത് സിംഗ് ചെഗ്വേരയൊക്കെ പോലത്തെ ഒരു താടിയായിരുന്നു എൻ്റെ. അപ്പോൾ ലൈക്ക് താടി വരും, പക്ഷേ എനിക്ക് ചെറിയ രീതിയിൽ ഫില്ലിങ്സ് അവിടെ കുറവാണ് ചില എഡ്ജസിൽ. അപ്പോൾ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു അതെങ്ങനെ ചെയ്യണം. ഞാനത് വിചാരിച്ചു ഓർ ദിവസം വരും എന്ന് വിചാരിച്ചു. വരുമായിരിക്കും, പക്ഷേ എനിക്കിന് വെയിറ്റ് ചെയ്യാൻ സമയമില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ക്യൂട്ടീസ് ഇൻ്റർനാഷണലിലാണ്. ഇവിടെ വിയേർഡ് ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞ പ്രൊസീജിയർ ചെയ്യുന്നത്. ഇവിടുത്തെ സീനിയർ ഡോക്ടറാണ് അദ്ദേഹം തന്നെയാണ് പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്യുന്നത്. സോ വെയിറ്റിംഗ് ഫോർ ദ റിസൾട്ട്സ്. നമുക്കൊരു ലിമിറ്റ് വിട്ട് കഴിഞ്ഞാൽ ഒരു ഷേപ്പിംഗ് ഓവറായി കഴിഞ്ഞാൽ ഏജിങ് ഭയങ്കരമായിട്ട് ഫീൽ. എത്ര നാളെ നമുക്ക് ഈ ഷേവിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും? ആഫ്റ്റർ 10 days യു ക്യാൻ ഡു എനിത്തിങ്. നോർമലി ചെയ്യാം, നാച്ചുറൽ ഷേവ് ഒക്കെ ചെയ്യാം, ബ്ലേഡ് ഷേവ് എല്ലാം ചെയ്യാം. പ്രൊസീജിയേഴ്സ് കഴിഞ്ഞു ഇവിടെ ക്യൂട്ടീസിൽ. അപ്പോൾ എന്താ പറയുക, നല്ല ഡോക്ടേഴ്സും അല്ലെങ്കിൽ ഡോക്ടറും ബാക്കിയുള്ള സ്റ്റാഫ്സും എല്ലാവരും ഭയങ്കര നന്നായിട്ടാണ് എല്ലാം ഹാൻഡിൽ ചെയ്തത്. അങ്ങനെ വലിയ കാര്യമായിട്ട് ഒരു വേദനയും അല്ലെങ്കിൽ അതങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഭയങ്കര സ്മൂത്തായിട്ടാണ് എല്ലാം പോയത്. എന്താ പറയുക, ഞാൻ ഐ എം റിയലി ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദ റിസൾട്ട്. അപ്പോൾ കുറച്ച് സമയമായിട്ട് എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാൻ പറ്റും. സോ ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദാറ്റ്. അപ്പോൾ നമ്മൾ ബിയേർഡ് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 10 ദിവസമായി. അപ്പോൾ വാഷ് ചെയ്യേണ്ട സമയമായി. നമുക്ക് വാഷ് ചെയ്തിട്ട് നോക്കാം എങ്ങനെയായിരിക്കും. അപ്പോൾ അതാ ഗൈസ്, മരുഭൂമി പോലെ ഇരുന്ന എൻ്റെ താടി ചെടി പോലെ പൂത്ത് വളർന്നിരിക്കുന്നു. അപ്പോൾ ക്യൂട്ടീസ് ഇൻ്റർനാഷണലിൽ ഞാനിപ്പോൾ ഈ ബിയേർഡ് ട്രാൻസ്പ്ലാന്റ് ചെയ്തതിൻ്റെ ഒരു ഫൈനൽ വാഷായിരുന്നു. ആഫ്റ്റർ 10 days ചെയ്തിട്ട് 10 ദിവസമായി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി ഒരു കുറച്ച് ഫ്യൂ മന്ത്സിന് ശേഷം ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് വരും. അപ്പോൾ എപ്പോഴും ഭയങ്കര അധികം ആഗ്രഹമായിരുന്നു ആ ഒരു പ്രോപ്പർ ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു താടിയും പരിപാടിയൊക്കെ. കാരണം എൻ്റെ അങ്ങനെ ചെറിയ കണക്ഷൻ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അവിടെ കുറച്ച്. അപ്പോൾ അത് മേ ബി ഞാനത് കുറച്ചാൾ പ്രായത്തിൻ്റെയാണ് എന്ന് വിചാരിച്ചിരുന്നു. ഇപ്പോൾ പ്രായം അങ്ങനെ ആയിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും അങ്ങനെ അത് പോയി. പക്ഷെ എന്നാലും അതിനൊരു ഫൈനൽ ക്യൂർ വേണമല്ലോ. അങ്ങനെ ഞാനിത് ഇവിടെ വന്ന് കൺസൾട്ട് ചെയ്തപ്പോൾ ഷജീർ ഡോക്ടറായിരുന്നു നമ്മുടെ എൻ്റെ ഹെഡ് ഓഫ് ക്യൂട്ടീസ് ഇൻ്റർനാഷണൽ. അപ്പോൾ അദ്ദേഹമായിരുന്നു ലൈക്ക് ഇത് മൊത്തം ടേക്ക് കെയർ ചെയ്തതും അദ്ദേഹത്തിൻ്റെ ഒരു മോണിറ്ററിങ്ങിലായിരുന്നു ഇത് മൊത്തം നടന്നത്. അന്ന് അദ്ദേഹമായിരുന്നു ഇത് ചെയ്തതും. അദ്ദേഹം ദുബായിൽ നിന്ന് വന്നിരുന്നു അപ്പോൾ ഇത് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ വളരെ ഒരു നല്ല രീതിയിലാണ് ഇത് ഫുൾ അവർ ടീം മൊത്തം ഷെഡ്യൂൾ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് അവരുടെ എല്ലാ ബാക്കി സ്റ്റാഫ്സും എല്ലാം വളരെ നന്നായിട്ടാണ് ഇത് ഫുൾ ഡീൽ ചെയ്തത്. അപ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് ഈ ഒരു പ്രൊസീജിയർ മൊത്തം കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഐ എം ആക്ച്വലി വെയിറ്റിംഗ് ഫോർ ദ റിസൾട്ട്സ്. ഇപ്പോൾ തന്നെ ഐ എം റിയലി ഹാപ്പി, ലുക്കിംഗ് ഫോർവേഡ് ലൈക്ക് ഫ്യൂ മന്ത്സിന് ശേഷം ഇതെങ്ങനെ ഇരിക്കും എന്നുള്ളൊരു ആകാംക്ഷയിലും ഒരു കാത്തിരിപ്പിലുമാണ്.